ഇനി നമ്മൾ ബൂത്തിലേക്ക് എത്താൻ 5 ദിവസം മാത്രം. 24 ഇന്ന് ഡയറക്റ്റ് മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 140 മണ്ഡലങ്ങളിലും നമ്മുടെ പ്രതിനിധികളുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നറിയേണ്ടത് ആവശ്യമാണ്. ജനങ്ങളിലേക്ക് അറിയിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മുടെ അവതാരകർ നേരിട്ട് ജനങ്ങളിലെത്തി മണ്ഡലങ്ങളുടെ പൾസ് അറിയുകയാണ്. ഇന്നായിരുന്നു അതൊരു തുടക്കം കുറിച്ചത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് തന്നെ കടക്കാം. കേരളം ബൂത്തിലെത്താൻ 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. 24ന്റെ അവതാര പുലികൾ പ്രേക്ഷകർക്കിടയിലേക്ക് നേരിട്ടെത്തുന്ന 24 വോട്ടത്തോൺ നാടിന്റെ ഇലക്ഷൻ ഡെസ്കിന് പ്രൗഢോജ്വല തുടക്കമായി. 140 മണ്ഡലങ്ങളുടെയും രാഷ്ട്രീയ സ്പന്ദനം അടിത്തട്ടിൽ നിന്ന് അറിയുന്ന 76 മണിക്കൂർ തത്സമയ വോട്ടത്തോണാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ തുടക്കം കുറിച്ചത്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആദ്യം ആധികാരികമായി അറിയുന്ന 24 വോട്ടത്തോൺ ഇലക്ഷൻ ഡെസ്കിന് വൻ വരവേൽപ്പാണ് ആദ്യ ദിനമായി ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ ലഭിച്ചത്. 140 മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ TV അവതാരകർ 24ന്റെ അവതാരകർ എത്തിയിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന്, അതായത് വോട്ടെടുപ്പിന് ഇനി 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളം ജനവിധി എഴുതാൻ 5 നാൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രേക്ഷകരുടെ പ്രിയ വാർത്താ ചാനലും ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുമായ 24ന്റെ അവതാര പുലികൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത്. 76 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഉച്ചയ്ക്ക് 2 മണി മുതൽ ആരംഭിച്ച വോട്ടത്തോൺ. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഓടിയെത്തുന്ന അവതാര പുലികൾ പ്രേക്ഷകരുടെ തത്സമയ പ്രതികരണങ്ങൾ വോട്ടത്തോണിലൂടെ തേടി തുടങ്ങി. ഷഫീദ്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് നിയമത്തെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ഷഫീദ് വിലയിരുത്തുന്നത് നിയമമണ്ഡലത്തെ? ജിഗിത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി നിയമം മാറിക്കഴിഞ്ഞു. ത്രികോണപ്പോര് നടക്കുന്ന നിയമമണ്ഡലത്തിൽ നിന്നാണ് വോട്ടത്തോൺ ഓടി തുടങ്ങിയത്. KR ഗോപികൃഷ്ണൻ പ്രേക്ഷകരിലേക്ക് നാടിന്റെ ഇലക്ഷൻ ഡെസ്കുമായി ഇറങ്ങി. പിന്നാലെ വോട്ടത്തോൺ പോയത് നേരെ മലബാറിലേക്കായിരുന്നു. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം പ്രേക്ഷക പ്രതികരണങ്ങൾ തേടി. എറണാകുളം ജില്ലയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന പറവൂർ മണ്ഡലത്തിലും വോട്ടത്തോണെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മത്സരിക്കുന്ന മണ്ഡലത്തിന്റെ ചിത്രങ്ങളുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമനാണ് പ്രേക്ഷകരിലേക്ക് ഓടിയെത്തിയത്. വൻ പോരാട്ടം നടക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് തനീഷ് തമ്പിയും NDA ക്യാമ്പിനെ ആവേശത്തിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ ഇറങ്ങിയ ചങ്ങനാശ്ശേരിയിൽ നിന്ന് സ്മിത ഹരിദാസും വോട്ടത്തോണിന്റെ ഭാഗമായി. കൽപ്പറ്റയിലെ ഹൈറേഞ്ച് കാഴ്ചകളുമായി സുഹൈൽ മുഹമ്മദും വടക്കൻ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പാവേശവുമായി കണ്ണൂരിൽ നിന്ന് ഒട്ടകപ്പുറത്തേറി അസിത സഹീറും വോട്ടത്തോണിൽ ചേർന്നു. എല്ലാ മുന്നണികൾക്കും ഒരുപോലെ സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ട്. നിലവിലുള്ള ജനപ്രതിനിധിയോട് അമർഷമുള്ളവരുണ്ട്, പക്ഷെ ആ ജനപ്രതിനിധി തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ തുളുനാടൻ പോരിന്റെ വിശേഷങ്ങളുമായി ദിൽന മധുവും നാടിന്റെ ഇലക്ഷൻ ഡെസ്കുമായി പങ്കുചേർന്നു. പാലക്കാട്ടെ ചൂടൻ തിരഞ്ഞെടുപ്പ് വിശേഷവുമായി പ്രജിൻ C കണ്ണനും കൊല്ലത്തെ അടിയൊഴുക്കുകളെ കുറിച്ചുള്ള പ്രേക്ഷക പ്രതികരണവുമായി അനൂജ രാജേഷും വോട്ടത്തോണിൽ ഭാഗമായി. പ്രധാനമന്ത്രി നേരിട്ടെന്ന് പ്രചാരണത്തിലെത്തിയ തിരുവല്ലയിലെ ചൂടൻ ചർച്ചകളുമായി ഗോകുൽ രവിയും നാടിന്റെ ഇലക്ഷൻ ഡെസ്കിൽ ചേർന്നു. ഇടുക്കിയിലെ ഹൈറേഞ്ച് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി പ്രവിത ലക്ഷ്മിയും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തൃശൂരിന്റെ ഇലക്ഷൻ സ്പന്ദനങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് അമൃത പടിക്കാലും വോട്ടത്തോണിൽ ഓടിയെത്തി. കൂടുതൽ മണ്ഡലങ്ങളുമായി വോട്ടത്തോൺ നാളെയും തുടരും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.